സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പക്ഷേ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ഗീവർഗീസ് കൂർലോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ അഭിനയത്തെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഗീവർഗീസ് മാർ കൂർലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ, അത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ തൻ്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെയും, തൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി വിശ്വസിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മമ്മൂട്ടി ഊന്നിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഏതാണ്? ഇടതുപക്ഷമാണ് അല്ലേ. ഇടതുപക്ഷത്തിനോട്, അതായത് കമ്മ്യൂണിസത്തിനോട് ചായ്വുള്ളത് കൊണ്ട് തന്നെയും മമ്മൂട്ടിയെ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ, അതായത് മമ്മൂട്ടിയെ കൊടുക്കാനായിട്ട് പല രീതികളും മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എതിർ കക്ഷികളായിട്ടുള്ള മറ്റുള്ള BJPയിൽ ഉള്ള ആളുകളാണ് മുന്നിൽ നിൽക്കുന്നത്. UDF നമുക്ക് പറയാൻ സാധിക്കത്തില്ല. UDF അങ്ങനത്തെ ചെറ്റത്തരങ്ങളൊന്നും കാണിക്കത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ ഈ ഒരു രീതിയിൽ, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസം ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയും മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും എല്ലാം മറ്റുള്ള വൃത്തികെട്ട ചില കാര്യങ്ങൾ അവർക്ക് മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംഘികൾ കളിച്ച വൃത്തികെട്ട കളികളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ്. എന്തൊക്കെ കളികളാണ്? അതായത് ഹവാല ഇടപാടുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുകയുണ്ടായി. പിന്നെ മമ്മൂട്ടിയും മകനുമൊക്കെ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നു മമ്മൂട്ടിയുടെ 369 എന്ന് പറയുന്ന ഗ്യാരേജിൽ ഒളിപ്പിച്ചിട്ടു എന്നുള്ളൊരു പരാമർശമായിട്ട് രംഗത്തേക്ക് വന്നു. മമ്മൂട്ടിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നു. പിന്നീട് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ ഒന്നുമല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിക്ക് കിട്ടിയ അവാർഡിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളിലൊക്കെയും ഇവരുടെ കൂട്ടത്തിലുള്ള പല സംഘിമിത്രങ്ങളെയും വെച്ചുകൊണ്ട് വൃത്തികെട്ട പരാമർശങ്ങളും കളികളും ഒക്കെ ഇവർ കളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്തെങ്കിലും സംഭവിച്ചോ? മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അഭിനയ വൈഭവത്തിന്, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ കലാ രംഗത്തുള്ള ഒരു സംഭാവനയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലയിലുള്ള കഴിവിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു കോപ്പും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും വറീഡാവുന്നുമില്ല, അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നു കൂടിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് പകല് പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മമ്മൂട്ടിക്കെതിരെ ഇവർ കളിക്കുന്ന കളികൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ഫാൽക്കെ അവാർഡ് ഇവരുടെ ഈ പറയുന്ന അടിമയെ പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെയും മോഹൻലാലിന് അവർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴും മോഹൻലാൽ അതും മേടിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് മോഹൻലാൽ പോകുന്നു. പരമോന്നത ബഹുമതിയായിട്ടുള്ള ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണല്ലോ കിട്ടിയത്. അപ്പോൾ മോഹൻലാൽ അതിയായ സന്തോഷത്തിൽ തന്നെയാണ്, അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ വേണം. എന്നാൽ സംഘികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, അവരുടെ കാലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളായി മാറിയത് കൊണ്ടല്ലേ ഇത് ഈ പറയുന്ന മോഹൻലാലിന് ഇത് കിട്ടിയത്? അങ്ങനെ നിൽക്കാത്തത് കൊണ്ടല്ലേ മമ്മൂട്ടിയും ദുൽഖർ സൽമാനെയും ഒക്കെ ഇവർ എതിർക്കുന്നത്? അവർ മാത്രമല്ല, വേടനെ ഇവർ എതിർക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ വിഷയം പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ മതം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരും. കാരണം മമ്മൂട്ടിയുടെ മതം തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഒരു മുസൽമാനായിട്ടുള്ള ഒരാൾ ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള കേരളത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ, ഈ സംഘികൾ ഇവിടെ ഉള്ളപ്പോൾ അവിടേക്ക് ഒരാൾ വരണ്ട. ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചിറക് വെട്ടിയെങ്കിൽ താഴെയിടും. ജഡായുവിനെ എങ്ങനെയാണോ വെട്ടിയിട്ടത് എന്ന് പറയുന്നത് പോലെ ആ വളർന്നു വരുന്ന ചിറക് ഞങ്ങൾ വെട്ടിക്കളയും. അങ്ങനെ വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് പല വിഷയങ്ങളും കൊണ്ടുവരുന്നത്. പെണ്ണ് വിഷയം മാത്രം കൊണ്ടുവന്നില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ, അത് നടനായിക്കോട്ടെ, മനുഷ്യൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നടനെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, മനുഷ്യൻ. ആ മനുഷ്യൻ നാളിതുവരെ ഒരു പെണ്ണ് വിഷയത്തിലും പോയി കൈ കടത്താത്ത, അങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടികൾക്കും കൂട്ടി നിൽക്കാത്ത ഒരു മനുഷ്യനാണെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാമല്ലേ. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് വിട്ടുള്ള ഒരു പരിപാടിക്കും അദ്ദേഹം പോകാറില്ല. അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുക? അതൊക്കെയാണ് ആണത്തം, അല്ലെങ്കിൽ അതൊക്കെയാണ് വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മറ്റുള്ള ആളുകളെ പോലെ ഒരുങ്ങിക്കിട്ടി പെണ്ണുങ്ങളെ കാണുമ്പോൾ വായിൽ കൂടി ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന വൃത്തികെട്ട സ്വഭാവമൊന്നും മമ്മൂട്ടിക്കില്ല. അപ്പോൾ റിപ്പോർട്ട് ചാനൽ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റുകളിൽ ഒരുപാട് നല്ല കമൻറ്റുകളുണ്ട്. അതിൽ പലരും പറയുന്നത് അതുകൊണ്ട് അങ്ങേരെ ആരും കാലുനക്കി എന്ന് വിളിക്കില്ല. പിന്നെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിലും ചാണകം മണക്കുന്ന അവാർഡ് ആർക്ക് വേണം? ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ല അതിന് വേറൊരാളുടെ കമൻറ്റ്, അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്രയേറെ നിലയും വിലയുമുള്ള മറ്റൊരു നടനുമില്ല. പിന്നെ സ്വന്തം മമ്മൂക്ക തന്തയ്ക്ക് പിറന്നവൻ എന്ന് വിളിക്കും ഞങ്ങളുടെ വല്യേട്ടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ആളിട്ടിരിക്കുന്ന ഒരു കമൻറ്റ്, കാര്യം ഞാൻ ലാലേട്ടൻ ഫാൻ ആണെങ്കിലും ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് എന്താ, മമ്മൂക്ക എന്ന നമ്മുടെ മറ്റൊരു ലെജൻഡിന് നിലയും വിലയും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ള കമൻറ്റുകൾ. ഇതെല്ലാവരും ഒരുപാട്, അതായത് സംഘികളുടെ മെഴുകൽ അധികമൊന്നും വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ സംഘികളൊന്നും മെഴുകാനായിട്ട് കയറിയിട്ടില്ലാത്തൊരു കമൻറ്റ് ബോക്സ് ആണിതെന്ന് നമുക്ക്
നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ആർക്കും ഒന്നും പറയാനില്ല. ആകെ പറയാനുള്ള ആർക്കൊക്കെയാണ് ഷിനി മധുസൂദനൻ, അതേപോലെ തന്നെ ലസിത പാലിക്കൽ, പിന്നെ ശീതളിസ എന്ന് പറയുന്ന ചാനൽ, ഇവർക്കൊക്കെ എന്തെങ്കിലും പറയാനുള്ളൂ. കാരണം ഇവരൊക്കെയാണ് സംഘികളുടെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഈ കേരളത്തിലെ ചാണകങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരാണ് ഈ രീതിയിൽ സോഷ്യൽ മീഡിയ ചാണകങ്ങളെന്നൊക്കെ പറയും. അവരാണ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും മമ്മൂട്ടിക്കെതിരെ എന്ത് പറയാൻ സാധിക്കും? മമ്മൂട്ടിക്കെതിരെ എന്ത് കളികൾ കളിക്കാൻ സാധിക്കും? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം, അല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മമ്മൂട്ടി ഇതുവരെയും നിങ്ങൾ ഈ മുന്നിലേക്ക് വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന പരാമർശങ്ങൾക്ക് അതീതമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംസാരിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഈ വൃത്തികെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതായത് എവിടെയോ കിടന്ന് കുരയ്ക്കുന്ന പട്ടികൾ അവിടെ കിടന്ന് കുരച്ചിട്ട് അത് അതിൻ്റെ പാട്ടിന് പൊക്കോളും. നമ്മളെന്തിനാണ് അതിനെപ്പറ്റി വറിയിടാവുന്നത്? അല്ലെങ്കിൽ നമ്മളെന്തിനാണ് അതിന് ചെവി കൊടുക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സൊസൈറ്റി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ പല സൗണ്ടുകളും നമ്മൾ കേൾക്കാം. ആ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യകതയില്ല. അവരെന്തെങ്കിലും പറഞ്ഞ് ഞാനതിന് എന്തെങ്കിലും കൗണ്ടർ ആയിട്ട് പറഞ്ഞെങ്കിലല്ലേ അതൊരു വിമർശനമാവുകയോ അല്ലെങ്കിൽ അത് മറ്റുള്ള തരത്തിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോവുകയുള്ളൂ. അല്ലാതെ ഞാനൊന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആരും ഒന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ പൊക്കോളൂ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ കേരളത്തിലെ ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നത്. അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനും മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനും രണ്ടുപേരും പകരം വെക്കാനില്ലാത്ത രണ്ട് കലാകാരന്മാർ തന്നെയാണ്. അവരുടെ ഒരു കലാവൈഭവം പല സിനിമകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കിടയിലുള്ള ബോണ്ടും ഇവരുടെ രണ്ടുപേരുടെ സ്നേഹ പ്രകടനങ്ങളും എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. പക്ഷേ സംഘികളോടൊപ്പം കൂടിയപ്പോൾ മുതൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ചില വ്യത്യാസങ്ങളുണ്ടായി. അതായത് ഇച്ചാക്ക എന്ന് ഇദ്ദേഹം തന്നെ വിളിക്കുമ്പോഴും ആ ഇച്ചാക്കയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാനോ ഒന്നും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് ഞാൻ മോഹൻലാലിനെ കേവലം സംഘിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല. പക്ഷേ മോഹൻലാലിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സംഘി ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പറയാൻ പോലും ഉള്ളൊരു ധൈര്യം മോഹൻലാലിനില്ല എന്നുള്ളത് കാണുമ്പോൾ കഷ്ടമാണ്. ആർക്കോ വേണ്ടിയിട്ട് അടിമയായിട്ട് ജീവിക്കുക, ആർക്കോ വേണ്ടിയിട്ടെന്നല്ല സംഘികൾക്ക് വേണ്ടിയിട്ട് അടിമയായിട്ട് ജീവിക്കുന്ന ഒരു പരിപാടിയാണ് മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തോളം കാലം മോഹൻലാലിൻ്റെ വായിൽ നിന്ന് കമാന്നൊരു അക്ഷരം വരില്ല, മോഹൻലാൽ ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്നുള്ളതും ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള മനുഷ്യൻ ആരാണെന്നും ശരിക്കുള്ള സ്നേഹബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതെന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ മമ്മൂട്ടിയെ പറ്റി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആർക്കും യാതൊരു സംശയമില്ല, ഒരു എതിരഭിപ്രായങ്ങളുമില്ല. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണ് മമ്മൂട്ടി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. അത് തന്നെയാണ് ഞാനും വീണ്ടും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയോടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്രൈസ്. അത് പണമല്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾ ആർഭാട ജീവിതം അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ക്രൈസ്, അല്ലെങ്കിൽ അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിലും 74ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് അതിയായ പ്രണയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുള്ളത് സിനിമയോടാണ്. അടങ്ങാത്ത അഭിനിവേശം, ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു അഭിനിവേശം അദ്ദേഹത്തിൻ്റെ സിനിമയോട് മാത്രമേ ഉള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയും അതിനോടനുബന്ധിച്ചുള്ള പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചതും ആ അഭിനയിച്ചതിലൊക്കെയും 100% അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയുടെ 100% അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ, അതിൽ അദ്ദേഹം പുതിയ കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഈ സംഘികൾ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും സംഘികളുടെ എത്രയൊക്കെ മെഴുകലുകൾ ഉണ്ടായാലും ഒരു ചുക്കും മമ്മൂട്ടിയുടെ ഒരു രോമത്തിൽ പോലും, അതായത് മമ്മൂട്ടിയുടെ മാരാരെന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, അതിൽ പറയുന്നത് പോലെ നീയൊക്കെ എത്രയൊക്കെ ഇട്ട് കളിക്കാൻ നോക്കിയാലും മാരാരിയിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. പിന്നെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ മക്കളെ എന്നുള്ളത് ഞാൻ ഈ ഒരു സമയത്ത് സംഘികളോട് പ്രത്യേകിച്ച് പറയുകയാണ്. നിങ്ങളുടെ കളികളൊക്കെ മറ്റുള്ളവരടുത്തും മറ്റുള്ള നടന്മാരുടെ അടുത്തും നടക്കുമായിരിക്കും. എന്നാൽ നിലപാടും ആണത്തവുമുള്ള ഒറ്റത്തന്തിക്ക് പിറന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ബൈ.